ഏറെ നാളത്തെ ആഗ്രഹത്തിന് ശേഷം കാത്തിരുന്ന ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്നതാണ് ഞങ്ങളുടെ ഈ ലക്ഷദ്വീപ് യാത്ര. രാവിലെ തന്നെ ഞങ്ങൾ കൊച്ചിയിലെ വില്ലിംഗ്ടൺ ഐലൻഡിലെ ലക്ഷദ്വീപ് വാർഫിലെത്തി. വാർഫിൽ നിന്നാണ് കപ്പൽ യാത്ര ആരംഭിക്കുന്നത്. ഈ ഒരു യാത്ര കപ്പലിൽ തന്നെ ഞങ്ങൾ തിരഞ്ഞെടുത്തത് കപ്പൽ യാത്ര ഒരു വട്ടമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് കരുതി തന്നെയാണ്. എൻവയറണമെന്റൽ ആൻഡ് സെക്യൂരിറ്റി റീസൺസ് ഉള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകുന്നതിന് മുൻപേ പെർമിറ്റും PCCയും എടുക്കേണ്ടത് ആവശ്യമാണ്. പെർമിറ്റിനായി ഏതെങ്കിലും ഒരു ദ്വീപ് റെസിഡന്റ് നമ്മളെ സ്പോൺസർ ചെയ്യണം. അതുപോലെ തന്നെ PCCയും പോകാനുള്ള ടിക്കറ്റ്സ് ബൈ എയർ ഓർ ഷിപ്പ് കൺഫേംഡ് ആയിരിക്കണം. വേരിഫിക്കേഷൻ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞതിനു ശേഷം വാർഫിൽ നിന്ന് കൊച്ചിൻ ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനലിലേക്ക് എത്തുന്നത് അവരുടെ തന്നെ ബസ്സിലാണ്. ഞങ്ങൾ ഈ യാത്ര പുറപ്പെടുന്നത് MV ലക്ഷദ്വീപ് സി എന്ന കപ്പലിലാണ്. ഒരു ഹൈലി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പൈലറ്റ് ആയിരിക്കും ഹാർബറുകളിൽ നിന്ന് കപ്പൽ ഒരു ടഗ് ബോട്ടിന്റെ സഹായത്തോടു കൂടി കടലിലേക്ക് എത്തിക്കുന്നത്. ലൈഫിലെ ഫസ്റ്റ് ഷിപ്പ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഓവർ എക്സൈറ്റഡും കുറച്ച് പാനിക്കുമായിരുന്നു. 3 കാറ്റഗറി ക്യാബിൻസ് ആണ് ഷിപ്പിൽ ഉണ്ടായിരുന്നത്: ഫസ്റ്റ് ക്ലാസ്, ഷെയർഡ് റൂംസ് ആൻഡ് ബങ്ക് ക്ലാസ്. ഷിപ്പിന്റെ ഉള്ളിലെ അനുഭവങ്ങൾ ഒന്ന് വേറെ തന്നെയായിരുന്നു. അതുപോലെ തന്നെ കടലിലെ കാഴ്ചകളും നമ്മെ ഏറെ വിസ്മയിപ്പിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അനുഭവമായിരുന്നു ഷിപ്പിന്റെ കൺട്രോൾ സെന്ററിൽ അഥവാ കോക്പിറ്റിൽ കയറാൻ പറ്റുക എന്നത്. ഫസ്റ്റ് എഞ്ചിനീയർ ആയ ഇർഷാദ് സാർ ആയിരുന്നു കോക്പിറ്റിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹം സെയിലിങ്ങിനെ പറ്റിയുള്ള കാര്യങ്ങളും സെക്കൻഡ് എഞ്ചിനീയർ ആയ ആന്റണി സാർ എഞ്ചിൻ റൂമിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും വിശദീകരിച്ചത്. സൺസെറ്റും സൺറൈസും കരയിൽ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിലും കടലിൽ നിന്ന് കാണുന്നത് ഇതാദ്യമായിട്ടാണ്. ഈ ഒരു അനുഭവം എനിക്ക് വളരെ വ്യത്യസ്തമായിരുന്നു. പിന്നെ ഈ നീണ്ട 18 മണിക്കൂർ യാത്രയിലും മൊബൈൽ നെറ്റ്വർക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഷിപ്പിലെ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ഏകദേശം രാവിലെ 6:40 ദൂരെ നിന്ന് ദ്വീപ് കണ്ടു തുടങ്ങി. 8:30 ആയപ്പോൾ ഷിപ്പിൽ നിന്നും ഡീബോർഡ് ചെയ്യേണ്ടി വന്നു. അത് നേരെ ബോട്ടിലോട്ടായിരുന്നു. ഇനി ബോട്ടിൽ നിന്നും കിൽത്താൻ ഐലൻഡിലോട്ട്. ഐലൻഡിൽ പെർമിറ്റ് എൻട്രി ചെയ്ത് കടമത്തിലോട്ട് പോകാനുള്ള ബോട്ടിന് വെയിറ്റ് ചെയ്തിരുന്നു. ഈ സമയത്തും ഞങ്ങൾ വന്ന കപ്പൽ പുറം കടലിൽ ഹോൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 3 മണിക്കൂർ യാത്ര ചെയ്താണ് കടമത്തിൽ എത്തേണ്ടത്. ദ്വീപിൽ നിന്നും ദ്വീപിലേക്ക് യാത്ര തുടർന്നുകൊണ്ടിരിക്കും തോറും ലക്ഷദ്വീപ് ഐലൻഡിന്റെ ഭംഗി കൂടിക്കൂടി വന്നു. തൂവെള്ള മണൽത്തിട്ടകളും വെള്ളത്തിനടിയിലെ കോറൽസ്, നീല നിറത്തിലുള്ള വെള്ളത്തിന്റെ നിറവും നമ്മളെ അത്ഭുതപ്പെടുത്തും. ശരിക്കും നമ്മൾ ഭൂമിയിലെ സ്വർഗത്തിലാണ്. യാത്രകളും കാഴ്ചകളും ഇനിയും തുടരും.